പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ലൂക്ക 6:19. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ആമേൻ. യേശുവിൽ പ്രിയരെ, മാനസികവും ശാരീരികവുമായ ആരോഗ്യം അനുദിന ജീവിതം സുഖകരമാക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നു. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് അവനെ ഒന്ന് സ്പർശിച്ച് അവനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാൽ സൗഖ്യപ്പെടുവാൻ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹത്തെ ഇന്നത്തെ വചനത്തിൽ നമുക്ക് കാണാം. നമുക്കായി കുരിശിൽ ജീവൻ വെടിഞ്ഞ് സ്നേഹസാധ്യതകൾ തുറന്ന തമ്പുരാനിൽ നിന്ന്, ഇന്നും ജീവിക്കുന്ന നമ്മുടെ ഈശോയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുക എന്നത് നമുക്ക് തികച്ചും പ്രാപ്യമായ കാര്യമാണ്. ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ അവിടുത്തെ അന്വേഷിക്കാം. നമുക്ക് ഈശോയെ ആവശ്യമാണ് എന്ന് മൗനമായി നമുക്ക് അനുനിമിഷം അവിടുത്തോട് പറയാം. സൗഖ്യത്തിൻ്റെ അനന്ത സാധ്യതകൾ അവിടുത്തെ തിരുനിണത്തിലുണ്ട്. നമുക്കതിൽ സ്നാനം സ്വീകരിച്ച് സൗഖ്യമുള്ളവരായി അനുദിനം പുനർജനിക്കാം. സൗഖ്യം ആവശ്യമുള്ള മേഖലകളിൽ ഇന്നൊരു വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.